JB സൈന്ദ്രമാണ് വിവരങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ LDF-ൽ പ്രതിസന്ധി. അധിക സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് എം. കേരള കോൺഗ്രസ് എം LDF-ലേക്ക് വന്നപ്പോൾ 13 സീറ്റാണ് നൽകിയത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് തിരിച്ചു നൽകുകയോ പകരം സീറ്റ് നൽകുകയോ ചെയ്യാമെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഉറപ്പിലാണ് കുറ്റ്യാടി സീറ്റ് വിട്ടു നൽകിയത്. കഴിഞ്ഞ തവണ നൽകിയ സീറ്റ് മാത്രമേ നൽകാനാകൂ എന്നാണ് CPM നേതൃത്വത്തിന്റെ നിലപാട്. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇന്നലെ തന്നെ നമ്മൾ ആ വിവരം അറിഞ്ഞിരുന്നു. 12 സീറ്റേ ഉള്ളൂ, 13 ഇല്ല എന്നുള്ളത്. പക്ഷേ 13 തന്നെ വേണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണോ കേരള കോൺഗ്രസ് എം? സ്മൃതി, 13 സീറ്റ് കിട്ടിയേ തീരൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് എം. ഔദ്യോഗികമായി 13 സീറ്റ് ഇല്ല എന്ന കാര്യം ജോസ് കെ മാണി അടക്കമുള്ള നേതാക്കളെ CPM-ന്റെ നേതാക്കൾ അറിയിച്ചിട്ടുമില്ല. പക്ഷേ 86 സീറ്റിൽ മത്സരിക്കുന്ന CPIM 81 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി പ്രഖ്യാപിക്കാനുള്ളത് പാലക്കാടും കൊടുവള്ളിയും കൊണ്ടോട്ടിയും കോട്ടക്കലും തിരൂരുമാണ്. ഈ സീറ്റുകളൊന്നും കേരള കോൺഗ്രസ് എമ്മിന് ഒരു തരത്തിലും സ്വാധീനമുള്ള, പാർട്ടിക്ക് സംഘടനാ ബലമുള്ള സ്ഥലങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇനി സീറ്റ് നൽകില്ല എന്ന കാര്യം CPM നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോസ് കെ മാണി MV ഗോവിന്ദനെയും TP രാമകൃഷ്ണനെയും ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. 13 സീറ്റ് എന്നത് UDF വിട്ട് LDF-ൽ വരുന്ന സമയത്ത് കേരള കോൺഗ്രസ് എമ്മിന് നൽകിയ സീറ്റാണ് എന്ന കാര്യമാണ് ജോസ് കെ മാണി പറഞ്ഞത്. അന്ന് CPM ഒരു പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി കുറ്റ്യാടി സീറ്റ് വിട്ടു നൽകിയതാണ്. അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ അടുത്ത തവണ 13 സീറ്റ് തന്നെ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇത്തവണ 13 കിട്ടിയേ തീരൂ എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ആ 13 കിട്ടുമോ ഇല്ലയോ എന്നറിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് എന്ന കാര്യം കൂടി ജോസ് കെ മാണി അറിയിച്ചിട്ടുണ്ട്. അതായത് 13 വാങ്ങിയെടുക്കും എന്ന നിലപാടിൽ ജോസ് കെ മാണി നിൽക്കുകയാണ്. CPM-നെ സംബന്ധിച്ച് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ മാറ്റാൻ കഴിയില്ല. ഇനി പ്രഖ്യാപിക്കാനിരിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും തരത്തിൽ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രവുമല്ല. അതുകൊണ്ട് 12-ൽ ഒതുക്കേണ്ടി വരും എന്ന് തന്നെയാണ് CPM നേതാക്കൾ പറയുന്നത്. സ്മൃതി. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.